മാനവ സേവനത്തിന്റെ 50 സുവർണ വർഷങ്ങൾ. കേരളത്തിന്റെ നെല്ലറയായി വാഴ്ത്തുന്ന പാലക്കാട്, പ്രകൃതിയുടെ സമൃദ്ധിയാൽ അനുഗ്രഹീതമായ ദേശം. ഈ പുണ്യഭൂമിയിൽ 1976 പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ സേവനത്തിന്റെ തൈ നടന്നത്. വളരെ എളിയ രീതിയിൽ ആരംഭിച്ച് ഇപ്പോൾ മഹത്തായ ആത്മീയ വൃക്ഷമായി പാലക്കാടും മലപ്പുറത്തും ശാഖകൾ വിരിച്ച് ദാഹിക്കുന്ന അനേകായിരങ്ങൾക്ക് ആശ്വാസവും തണലുമേകിക്കൊണ്ട് സേവനത്തിന്റെ 50 സുവർണ വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2026 ജനുവരി 26 ബ്രഹ്മകുമാരീസ് പാലക്കാടിന്റെ സുവർണ ജൂബിലി ആഘോഷം സംഗമോത്സവം എന്ന പേരിൽ അരങ്ങേറുകയാണ്. ഈ ആനന്ദോത്സവത്തിന്റെ ശുഭമുഹൂർത്തത്തിലേക്ക് താങ്കളേവരെയും ഹൃദയപൂർവ്വം ഈശ്വര സ്മരണയോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈശ്വരീയ സേവനങ്ങളുടെ ആദ്യകാല ചുവടുവെപ്പുകളുടെ സ്മൃതികളിലൂടെ വരൂ, നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. സർവശക്തനായ ശിവപരമാത്മാവ് പ്രജാപിത ബ്രഹ്മഭാവയെ തന്റെ ദിവ്യമാധ്യമമായി തിരഞ്ഞെടുത്ത് മാനവരാശിക്ക് മൃതസഞ്ജീവനിയായ ആത്മീയ ജ്ഞാനം പ്രദാനം ചെയ്യുന്നതിനായി 1937 ഈ മഹാജ്ഞാനയജ്ഞം സ്ഥാപിച്ചത്. ശിവപരമാത്മാ തന്റെ ദിവ്യ സന്ദേശം വിശ്വമാകെയും പകർന്നു നൽകുന്നതിനും ജ്ഞാനയജ്ഞത്തിന്റെ നടത്തിപ്പിനും നിമിത്തമാക്കിയത് ബ്രഹ്മകുമാരി സഹോദരിമാരെയാണ്. രാജസ്ഥാനിലെ മൗണ്ട് ആബുവിൽ മധുബൻ ആണ് ഈശ്വരീയ ദൗത്യത്തിന്റെ ആധാര കേന്ദ്രം. 1950കളുടെ തുടക്കത്തിൽ ഈ പുണ്യപർവ്വത നിരകളിൽ നിന്നും ഭഗവാന്റെ സന്ദേശവാഹകരായി ബ്രഹ്മകുമാരിമാർ ലോകത്തിന്റെ 4 ദിശകളിലേക്കും സഞ്ചരിച്ച് സേവാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഈശ്വരീയ ജ്ഞാനം നേടിയ പാലക്കാട്ടുകാരായ വത്സല മാതാജി, ഹരിഹരൻ ബായ്, സുബലക്ഷ്മി മാതാജി, കുട്ടിക്കൃഷ്ണൻ നായർ ബായ്ജിയും, രാധിക മാതാജി, PP നായർ ബായ്, ശങ്കരൻകുട്ടി ബായ്, വിജയലക്ഷ്മി മാതാജി, ഡോക്ടർ നളിനി, ഹരിദാസ് ബായ് എന്നിവരെ പോലെ നിരവധി ഭാഗ്യശാലി ആത്മാക്കൾ പരമാത്മാവിന്റെ ദിവ്യദൗത്യത്തിന് ഉപകരണങ്ങളായി പാലക്കാട്ടിലേക്ക് മടങ്ങി. 1975 മുതൽ അവരവരുടെ വീടുകളിൽ രാജയോഗ പാഠശാലകൾ ആരംഭിച്ചു തുടങ്ങി. ഏകദേശം 2 പതിറ്റാണ്ടുകളോളം ഈ മാതാക്കളുടെയും സഹോദരന്മാരുടെയും വീടുകളിൽ നിന്നാണ് ഈശ്വരീയ സേവനങ്ങൾ സൗമ്യമായി ഒഴുകിയിരുന്നത്. പാലക്കാട് ജില്ലയിൽ പല സ്ഥലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഈശ്വരീയ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു ഔദ്യോഗിക കേന്ദ്രം അനിവാര്യമായതിനാൽ പ്രജാപിത ബ്രഹ്മകുമാരീസിന്റെ തമിഴ്നാട്, പുതുച്ചേരി, ദക്ഷിണ കേരളം സോണിന്റെ ഇൻചാർജായ റോസി ബെഹൻജി എന്നറിയപ്പെടുന്ന രാജയോഗിനി ശിവകന്യാജി മുൻകൈയെടുത്ത് അന്നത്തെ ബ്രഹ്മകുമാരീസ് മേധാവി രാജയോഗിനി പ്രകാശ് മണി ദാദീജിയുടെ അനുഗ്രഹാശിസുകളോടെ പാലക്കാടിന്റെ ആദ്യത്തെ ഔദ്യോഗിക ബ്രഹ്മകുമാരി സേവാ കേന്ദ്രം 1996 ഓഗസ്റ്റ് 8 രാജയോഗിനി കമൽ സുന്ദരി ദാദീജി ഉദ്ഘാടനം നിർവഹിച്ച് ഔദ്യോഗികമായി പ്രവർത്തനമാരംഭിച്ചു. റോസി ബെഹൻജി പിന്നീട് പലതവണ പാലക്കാട് വരികയും സ്നേഹപൂർവ്വം ഈശ്വരീയ കുടുംബത്തെ പരിപാലിക്കുകയും സേവനങ്ങളെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നു. രാജയോഗിനി ലക്ഷ്മി ബെഹൻജി, രാജയോഗിനി ശാന്ത ബെഹൻജി, രാജയോഗിനി കലാവതി ബെഹൻജി, രാജയോഗിനി അന്നപൂർണ ബെഹൻജി തുടങ്ങിയ മുതിർന്ന സഹോദരിമാരുടെ സമർപ്പണവും തപസ്യയും സഹയോഗവും പാലക്കാടിലെ സേവനങ്ങളുടെ അടിത്തറയെ ശക്തിപ്പെടുത്തി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യജ്ഞസഹചാരിയായ ഇപ്പോൾ തമിഴ്നാട്, പുതുച്ചേരി, ദക്ഷിണ കേരളം എന്നിവിടങ്ങളിലെ സോണൽ കോർഡിനേറ്ററായ രാജയോഗിനി ബീന ബെഹൻജിയും ഇടയ്ക്കിടെ പാലക്കാട് സന്ദർശിച്ച് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ആശീർവാദങ്ങളും നൽകിക്കൊണ്ടിരുന്നു. ഒപ്പം തന്നെ ബ്രഹ്മകുമാരി സഹോദരിമാരായ പങ്കജം ബെഹൻജി, ചെന്നൈയിൽ നിന്നുള്ള സഹോദരി നീലിമ, സഹോദരി ശാന്തി തുടങ്ങിയ ഒട്ടനേകം സഹോദരി സഹോദരന്മാർ അവരുടെ സഹയോഗവും സേവനങ്ങളും സമയാസമയം നൽകി വന്നു. യജ്ഞത്തിന്റെ സോണൽ മേധാവിയും അസാധ്യ ദീർഘവീക്ഷണ ശക്തിയുമുള്ള റോസി ബെഹൻജി പാലക്കാടിന്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ് 1997 ബ്രഹ്മകുമാരി മീന ബെഹൻജിയെ പാലക്കാടിന്റെ സേവനങ്ങൾക്ക് നിമിത്തമായി നിയോഗിച്ചു. അങ്ങനെ ശിവപരമാത്മാവിന്റെ പദ്ധതി പ്രകാരം 1997 മുതൽ നവീനമായ ഈശ്വരീയ സേവനങ്ങളുടെ ശക്തമായ ഒരു തരംഗം ആരംഭിച്ചു. പരമാദരണീയ റോസി ബെഹൻജി വിഭാവനം ചെയ്ത മഹാജ്ഞാനയജ്ഞ രഥപ്രയാണം അനവധി ആത്മാക്കളെ ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് ശുദ്ധിയും സദ്ഗുണങ്ങളും സ്വീകരിക്കാൻ പ്രേരണ നൽകി.
അതോടൊപ്പം മീനാബെഹന്റെ ആത്മാർത്ഥമായ സമർപ്പണവും അക്ഷീണമായ സേവനവും നിരവധി സഹോദരീ സഹോദരന്മാർക്ക് യജ്ഞസേവനത്തിനായി ജീവിതം സമർപ്പിക്കാൻ പ്രചോദനമായി മാറി. ബ്രഹ്മകുമാരി കവിതാബെഹൻ, സുനിതാബെഹൻ, ശാന്താബെഹൻ, പവിത്രാബെഹൻ എന്നിവർ തന്റെ ജീവിതം ഈശ്വരീയ സേവനത്തിനായി സമർപ്പിച്ച് സേവാകേന്ദ്രങ്ങളെ പോഷിപ്പിക്കുന്നതിലും ആത്മാക്കളെ നയിക്കുന്നതിലും വിശേഷ നിമിത്തമായി മാറി. കണ്ണൻബായ്, നാരായണൻകുട്ടിബായ്, ഗോപാലകൃഷ്ണൻബായ്, ഇബ്രാഹിംബായ് എന്നിവരും യജ്ഞത്തിന്റെ ശക്തമായ നെടും തൂണുകളായി ഉയർന്നുവന്നു. 1999 രാമേശ്വരത്തു നിന്ന് മൗണ്ട് ആബുവിലേക്കുള്ള ജ്യോതിർലിംഗ രഥപ്രയാണം ശക്തമായ ആത്മീയ പ്രകമ്പനങ്ങൾ നൽകി അനുഗ്രഹിച്ചുകൊണ്ട് പാലക്കാടിലൂടെ കടന്നുപോയി. 2000 ഐക്യരാഷ്ട്രസഭയുടെ മാനിഫെസ്റ്റോ 2000 പദ്ധതി പ്രകാരം സ്കൂളുകളിലും കോളേജുകളിലും നിന്ന് 2.5 ലക്ഷത്തിലധികം സമാധാന പ്രതിജ്ഞാ വാഗ്ദാനങ്ങൾ സമാഹരിച്ചുകൊണ്ട് ബാബ്ദാദിയിൽ നിന്നും നേരിട്ട് അനുഗ്രഹങ്ങൾ പ്രാപ്തമാക്കി. 2003 5 സെന്റ് സ്ഥലത്ത് ഒരു ഭവനം പണികഴിപ്പിക്കാൻ സമ്മതം ചോദിച്ചപ്പോൾ പാലക്കാടിനായുള്ള ഭഗവാന്റെ അടുത്ത പദ്ധതിയും അറിയാമായിരുന്ന റോസി ബെഹൻജി അനുവാദം നൽകാതെ തിരിച്ചയച്ചു. എന്നാൽ താമസിയാതെ റോസി ബെഹൻജി തന്നെ വന്ന് വരദാനമെന്ന പോലെ 30 സെന്റ് ഭൂമിയിൽ പവിത്രമായ കൽപ്പാത്തിയുടെ മണ്ണിൽ ശേഖരിപുരം ബൈപ്പാസ് റോഡിൽ ഇന്നീ കാണുന്ന ശിവജ്യോതി ഭവനത്തിന് അടിത്തറയുമിട്ടു. പാലക്കാട് ഈശ്വരീയ കുടുംബത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ശിവജ്യോതി ഭവനം. ശിവനുമായി സംവദിക്കുവാനുള്ള ഒരു പുണ്യഭവനം. രാജയോഗിനി യോഗിനി ബെഹൻജി, രാജയോഗിനി ശാന്ത ബെഹൻജി, രാജയോഗിനി അന്നപൂർണ ബെഹൻജി എന്നിവരുടെ സാന്നിധ്യത്തിൽ 2005 ജനുവരി 8 ശിവജ്യോതി ഭവന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും ഈശ്വരീയ സേവനങ്ങളുടെ മറ്റൊരു പുതിയ അധ്യായം ആരംഭിക്കുകയും ചെയ്തു. 2007 ഏപ്രിൽ 22 ബ്രഹ്മകുമാരീസിന്റെ ഉപമേധാവിയായ മഹാതപസ്വിനി രാജയോഗിനി ഹൃദയമോഹിനി ദാദിജി പാലക്കാടിനെ അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്നു. പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ശാന്തി മഹോത്സവം അരങ്ങേറി. ഈശ്വരീയ രഥമായി വർത്തിച്ച ദാദിജിയോടൊപ്പം രാജയോഗി ബ്രിജ് മോഹൻ ബായിജി, രാജയോഗി കരുണാബായിജി, ഗവർണർ ശ്രീ ശങ്കരനാരായണൻ തുടങ്ങി മറ്റനേകം വിശിഷ്ട വ്യക്തിത്വങ്ങളും കൂടാതെ ആയിരക്കണക്കിന് രാജയോഗികളുടെയും അനുഗ്രഹാശിസുകളോടെ പാലക്കാടിന്റെ യജ്ഞചരിത്രത്തിൽ ദിവ്യപ്രകാശം വർഷിക്കുന്ന ഒരു ചൈതന്യക്ഷേത്രമായി ശിവജ്യോതി ഭവനെ അനുഗ്രഹിച്ച് നാടിന് സമർപ്പിച്ചു. പാലക്കാട് മലപ്പുറം ജില്ലയിലെ ഈശ്വരീയ സേവനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടും ഏകോപിപ്പിച്ചുകൊണ്ടും ശിവജ്യോതി ഭവനവും ബ്രഹ്മകുമാരി മീന ബെഹൻജിയും ഒരു ലൈറ്റ് ഹൗസും മൈറ്റ് ഹൗസുമായി 20ഓളം വരുന്ന സമർപ്പിത സഹോദരീ സഹോദരന്മാരോടൊപ്പവും ഈശ്വരീയ വിദ്യാർത്ഥികളോടൊപ്പവും തോളോട് തോൾ ചേർന്ന് ചെയ്തത് ആത്മാനുഭൂതി നൽകുന്ന എണ്ണമറ്റ സേവനങ്ങളാണ്. 2012 പ്ലാറ്റിനം ജൂബിലി ആഘോഷം രാജയോഗിനി ഷീലു ദീദിജി, രാജയോഗി കരുണാബായിജി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്നു. 2017 രാജയോഗിനി ഉഷാ ദീദിജിയുടെ സാന്നിധ്യത്തിൽ ധന്യമായ ധ്യാന മഹോത്സവവും അരങ്ങേറി. 2023 രാജയോഗിനി ശിവാനി ദീദിജി നയിച്ച മെഗാ ഇവന്റ് ഉൾപ്പെടെ ഒട്ടനേകം സമുന്നതമായ ആത്മീയ സത്സംഗങ്ങളിലൂടെ പാലക്കാടിന്റെ ആത്മീയ സൗരഭ്യമത്രയും പ്രകാശിതമായി. തുടർന്ന് ഈശ്വരീയ സേവനത്തിനായി പല സ്ഥലങ്ങളിലും സേവാസ്ഥാനങ്ങൾ തയ്യാറായി തുടങ്ങി. അനേകം ആത്മാക്കൾ അവരുടെ ഭൂമിയും സാധനങ്ങളും ധനവും സമയവും അധ്വാനവും ഈശ്വരീയ സേവനത്തിനായി സമർപ്പിച്ചു. അവരുടെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രത്യക്ഷ പ്രമാണങ്ങളാണ് ആദ്യം വാടക കെട്ടിടങ്ങളിൽ തുടങ്ങിയ കേന്ദ്രങ്ങളുടെ സ്ഥാനത്ത് പിന്നീട് നാം ഇന്നു കാണുന്ന സ്വന്തം ഭവനങ്ങളും സേവനങ്ങളും. PVRൽ ശാന്തി സരോവരം, കടമ്പഴിപ്പുറത്ത് ശിവാലയം, പട്ടാമ്പിയിൽ സ്വദർശനം, ഒറ്റപ്പാലത്ത് സുഖശാന്തി ഭവനം, കോട്ടക്കലിൽ സരസ്വതീ നിലയം, മണ്ണാർക്കാട്ടിൽ വരദാനി ഭവനം, ചെർപ്പുളശ്ശേരിയിൽ ശിവദർശൻ, ചിറ്റൂരിൽ ടെമ്പിൾ ഓഫ് മെഡിറ്റേഷൻ, കോട്ടായിൽ രാജയോഗ ഭവനം, ആറങ്ങോട്ടുകരയിൽ ശിവസ്മൃതി ഭവനം, നെന്മാറയിൽ ശിവപ്രസാദം, കഞ്ചിക്കോടിൽ ഓം ശാന്തി ഭവനം, കൊഴിഞ്ഞാമ്പാറയിൽ ബാബാ വീട്, പെരുവമ്പിൽ സ്നേഹസരോവരം. ഓരോ സേവാകേന്ദ്രവും അനവധി പേരുടെ പരമാത്മാവിലുള്ള വിശ്വാസത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യപത്രങ്ങളാണ്. ആന്തരിക പരിവർത്തനത്തിലേക്കുള്ള യാത്രയിൽ അസംഖ്യം ആത്മാക്കൾക്ക് പ്രചോദനമായും മാർഗദീപമായും ശിവജ്യോതി ഭവനവും ഓരോ സേവാകേന്ദ്രവും നിമിത്തമായവരും ചേർന്ന് ഇന്നും വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നു. അജ്ഞാന അന്ധത അകറ്റുവാൻ സമസ്ത മാനവരാശിയുടെയും ഉള്ളിൽ
അറിവിന്റെ വെളിച്ചം വീശി ശിവജ്യോതി ഭവൻ നേതൃത്വം നൽകിക്കൊണ്ട് തത്വമസി രഥയാത്ര, 12 ജ്യോതിർലിംഗ ദർശനം, സഹസ്ര ജ്യോതിർലിംഗ ദർശനം, ധർമ്മ സന്ദേശയാത്ര, സന്യാസിമാരെയും സന്നദ്ധ സേവകരെയും ആദരിക്കൽ തുടങ്ങിയ നിരവധി പരിപാടികളിലൂടെ വ്യക്തികളിൽ ആത്മീയതയുടെ അടിത്തറ ശക്തിപ്പെടുത്തുകയും അനേകരെ ശാശ്വത മൂല്യങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2015 മുതൽ എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനവും 2024 മുതൽ ഡിസംബർ 21 അന്താരാഷ്ട്ര ധ്യാന ദിനവും അനേകം യോഗാ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിശേഷ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് അനേകർക്ക് ധ്യാന യോഗ പരിശീലനവും നൽകി വരുന്നു. കാലഘട്ടത്തിന്റെ ആവശ്യകതയായ ധ്യാനത്തെ പരിചയപ്പെടുത്താൻ രാജയോഗ ചിത്ര പ്രദർശനികളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിന്റെ അടിയന്തര ആവശ്യമായ ലഹരിവിരുദ്ധ അവബോധ പരിപാടിയായി രാജയോഗി ജീവിതശൈലിയെ അവതരിപ്പിച്ച് അനേകരെ ആസക്തിയിൽ നിന്ന് മുക്തരാക്കാൻ ലഹരിമുക്ത ഭാരത് അഭിയാൻ സംഘടിപ്പിച്ച് ആത്മീയതയുടെ പ്രായോഗികതയെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കൽപ്പാത്തി രഥോത്സവ വേളകളിലും ശിവരാത്രി വേളകളിലും ഉത്സവവേളകളിലും ആധ്യാത്മിക മേളകളിലൂടെ ശിവപരമാത്മാവിന്റെ സന്ദേശം ഭക്തമനസ്സുകളിലേക്ക് അനസ്യൂതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. രക്തദാന ക്യാമ്പുകൾ, പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, NGOകളെയും വളണ്ടിയർമാരെയും ആദരിക്കൽ, ശുഭഭാവന ബാങ്ക് പദ്ധതി, പദയാത്രകൾ, സൈക്കിൾ ബൈക്ക് റാലികൾ എന്നിവ ഉൾപ്പെടെയുള്ള യുവജന കേന്ദ്രീകൃത സേവനങ്ങളിലൂടെ യുവഹൃദയങ്ങളെ പ്രചോദിപ്പിച്ച് പോസിറ്റീവ് ജീവിതശൈലി, ആന്തരിക സ്ഥിരത, അച്ചടക്കം, ലക്ഷ്യബോധം, സേവന മനോഭാവം എന്നിവ വളർത്തി ഭാവി തലമുറയെ ഭദ്രമാക്കാൻ പ്രവർത്തിക്കുന്നു. ധ്യാന കോഴ്സുകളിലൂടെയും സമൂഹ ധ്യാനങ്ങളിലൂടെയും കൗൺസിലിംഗിലൂടെയും മനസ്സുകളെ സുഖപ്പെടുത്തി, കുടുംബങ്ങളെ പരിവർത്തനപ്പെടുത്തി, ബന്ധങ്ങളെ ദൃഢമാക്കി, ആത്മാക്കളെ വൈകാരികമായും ആന്തരികമായും ശാക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പാലക്കാട് ബ്രഹ്മകുമാരീസ് ചെയ്തുവരുന്ന സാമൂഹിക ആത്മീയ സേവനങ്ങൾക്ക് ബഹുമതിയായി കാൻഫെഡ്, ലൈബ്രറി കൗൺസിൽ, PN പണിക്കർ രാജശ്രീ പുരസ്കാരം നൽകി ബ്രഹ്മകുമാരി മീന ബെഹൻജിയെ ആദരിച്ചു. സാന്ദീപനി സാധനാലയം നൽകുന്ന സുകൃത് സ്മൃതി പുരസ്കാരം ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബ്രഹ്മകുമാരി മീന ബെഹൻജിക്ക് നൽകി ആദരിച്ചു. 2010 ഗോപാലകൃഷ്ണൻ ബായ്ജി നിമിത്തമായി ശിവജ്യോതി മീഡിയ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ യാഥാർത്ഥ്യമാക്കുകയും രാജയോഗി കരുണ ബായ്ജിയും രാജയോഗിനി ഷീല ദീദിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ശിവപരമാത്മാവിന്റെ സന്ദേശങ്ങളും രാജയോഗ കോഴ്സുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നു. മലയാളം യൂട്യൂബ് ചാനലുകളായ പീസ് ഓഫ് മൈൻഡ് TV, ശിവജ്യോതി മീഡിയ, ബ്രഹ്മകുമാരീസ് കേരളം എന്നിവയിലൂടെ ലോകമെമ്പാടും ഈശ്വരീയ സന്ദേശം നൽകുന്ന സേവനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അനേകം മഹാരഥികളേകിയ പാദസ്പർശവും പാലക്കാടിന്റെ ആത്മീയ അടിത്തറയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. രാജയോഗിനി ഗുൽസാർ ദാദിജി, കമൽ സുന്ദരി ദാദിജി, കമൽ മണി ദാദിജി, ഷീലു ദീദി, ഗീതാ ദീദി, ഉഷാ ദീദി, രുക്മണി ദീദി, സരള ദീദി, യോഗിനി ദീദി, ശിവാനി ബഹൻ, മീര ദീദി, ബ്രിജ് മോഹൻ ബായ്ജി, മൃത്യുഞ്ജയ് ബായ്ജി, കരുണ ബായ്ജി, രാജു ബായ്ജി, സൂരജ് ബായ്ജി, ആദം പ്രകാശ് ബായ്ജി, രാംസ്ലോക് ബായ്ജി, രാംനാഥ് ബായ്ജി, രമേഷ് ബായ്ജി, ഡോക്ടർ പ്രേംസന്ത്, ഡോക്ടർ പ്രേമസന്ത്, ഡോക്ടർ ഗിരീഷ് പട്ടേൽ, ചാർലി ബായ്ജി, മിഷേൽ സൈമൺ തുടങ്ങിയ നിരവധി മഹാത്മാക്കളെത്തി ആയിരങ്ങളെ ആത്മീയമായി ശാക്തീകരിച്ചു. ഈ ദേശത്തിന് ലഭിച്ച 50 വർഷത്തെ ഈശ്വരീയ സേവനം ഈശ്വരൻ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിയ വരദാനമാണ്, സ്നേഹമാണ്. പാലക്കാടിന്റെ മക്കൾ നൽകിയ അകമഴിഞ്ഞ സ്നേഹത്തിനും സഹകരണത്തിനും കൃതജ്ഞതോപഹാരമായി ഈശ്വരീയ പരിവാരം സമർപ്പിക്കുകയാണ് ഈ സംഗമോത്സവം. ശിവപരമാത്മാവിന്റെ സേവനത്തിൽ എന്നും ഐക്യത്തോടെ കൃതജ്ഞതയോടെ ബ്രഹ്മകുമാരീസ്, പാലക്കാട്, മലപ്പുറം ഈശ്വരീയ പരിവാരം. ഓം ശാന്തി.